ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിവിടെ കുറച്ച് അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിനോട് ഇപ്പോൾ നമുക്കറിയാം എല്ലാ ആളുകൾക്കുള്ളൊരു ഇതാണ് അഡിക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ അഡിക്ഷൻസിൻ്റെ കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോൻ്റെ ടൈമിങ്ങിൽ നമുക്കത് അത്ര ഓക്കെ ആവില്ലാത്തതുകൊണ്ട് തന്നെയാണ് കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഉള്ള കാര്യമാണ് അഡിക്ഷൻസ്. അത് ചിലപ്പം ചെറിയ അഡിക്ഷൻസ് ആയിരിക്കാം, വലുതായിരിക്കാം. അത് ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് അഡിക്ഷൻസിൻ്റെ രീതികൾ മാറും. ഓക്കെ, ഇപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അഡിക്ഷൻസ് എന്ന് പറയുന്ന സാധനം കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകളിൽ വരെ നമുക്ക് ഈ അഡിക്ഷൻസ് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പല രീതിക്ക് വേരി ചെയ്യും. ചിലവർക്ക് ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാരൻസ് ബുദ്ധിമുട്ടുന്നതാണ് കുഞ്ഞുങ്ങളുടെ മൊബൈൽ യൂസേജ്. അപ്പോൾ ആ അഡിക്ഷൻസ് നമുക്ക് എങ്ങനെ കരകയറാൻ പറ്റും എന്നറിയാണ്ട് പല പാരൻസും കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഡിക്ഷൻ്റെ റീസണാണ് നമ്മൾ കോർ റീസണാണ് ആദ്യം കണ്ടത്. നമ്മളെല്ലാവരും എന്താ പറയുക, ഒരു കുഞ്ഞുങ്ങൾ ആ മൊബൈൽ ഫോൺ യൂസേജ് കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് വിഡ്രോ ചെയ്യാൻ നോക്കും അല്ലേ. അപ്പോൾ ആ വിഡ്രോ വരുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി പറയുന്ന പോലെ വിഡ്രോവൽ സിംറ്റംസ് വരും. അപ്പോൾ അവർ കരയാൻ തുടങ്ങും, വാശി പിടിക്കാൻ തുടങ്ങും. പിന്നെ ചിലപ്പം കരഞ്ഞ് ഒരുപാട് നേരം കരഞ്ഞ് പനിയൊക്കെ വന്ന അവസാനം നമ്മൾ തിരിച്ച് മൊബൈൽ കയ്യിൽ കൊടുത്താൽ മാത്രം കരച്ചിലും ഇത് നിൽക്കുന്ന അവസ്ഥയിൽ വരെ കുഞ്ഞുങ്ങൾ എത്തിപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വലിയ ആളുകളിൽ ഇപ്പം ലേഡീസിനെ നോക്കിയാൽ, ലേഡീസിന് മാത്രമല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായിട്ടും ലേഡീസ് കൂടുതലാണ് സീരിയൽ അഡിക്ഷൻസ്. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു വൈകുന്നേരത്തെ ഒരു കുറച്ച് സമയം, ഒരു 1-2 മണിക്കൂർ, അരമണിക്കൂർ ഇടവിട്ട് ഓരോ സീരിയൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ജസ്റ്റ് ആ ഒരു ടൈം പാസിനായിരിക്കാം. പക്ഷേ അത് മുതലെടുത്തിട്ടാണ് പല സീരിയലുകളും കയറി വരുന്നതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ രീതിക്കനുസരിച്ച് അവർക്ക് അഡിക്ഷനിലേക്ക് കൂടുതൽ വരാനുള്ള ചാൻസ് ആവും. ഓക്കെ, അതുപോലെ തന്നെ വലിയ ആളുകളിൽ ആൽക്കഹോളിക് അഡിക്ഷൻ, സിഗരറ്റ് അഡിക്ഷൻ, പിന്നെ ചില ആളുകളിൽ പറയുവാണെങ്കിൽ ഒരു പേഴ്സണോടുള്ള അഡിക്ഷൻ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെ ഒരു വ്യക്തിയോട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഒബ്സസ്ഡ് ആയിട്ട് ഉണ്ടാവുന്ന അഡിക്ഷനിൽ മേലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു മാറാൻ പറ്റില്ല എന്നുള്ളത് തന്നെ ഒരു അഡിക്ഷൻ്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മാറണമെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടെത്തണം. ആ കോർ റീസണിനാണ് നമ്മൾ അതിന് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ചുമ്മാ കയറി ലാസ്റ്റ് നമ്മൾ അതിൽ നിന്ന് വിഡ്രോവൽ കൊടുക്കാൻ പറഞ്ഞാലും ബഹളം വെച്ചാലും ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ ചില ആളുകൾ പറയും, ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറയും, ഉപദേശിച്ച് നോക്കും. പക്ഷേ ഒരു കാരണവശാലും ഈ പറഞ്ഞ ഉപദേശങ്ങളും കാര്യങ്ങളൊന്നും അതിൽ ബാധിക്കുകയില്ല, അവർക്ക് അതിൽ നിന്ന് മാറാനും പറ്റത്തില്ല. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് മേജറായിട്ട് ചെയ്യേണ്ടത്? ആദ്യം റീസൺസ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു റീസണാണ് എന്ത്? ഫ്രസ്ട്രേഷനാണ് സ്വാഭാവികമായിട്ടും ഒരു അഡിക്ഷൻ്റെ പ്രൈമറി റീസൺ. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രൈമറി റീസണിൽ നിന്ന് നമുക്ക് ആളെ മാറ്റാൻ പറ്റുന്നിടത്താണ് നമുക്ക് അവരെ അഡിക്ഷനിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ പ്രായത്തിലുള്ള ഒരു സ്റ്റഡീസിൽ കയറുന്ന കുട്ടികളുടെ കാര്യം എടുക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം പാരൻസിൻ്റെ ഗൈഡൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചുറ്റുമുള്ള ആളുകളുടെ, ഇപ്പം വേറൊരു പാരൻറ്റിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടി എന്ത് പഠിച്ചു, അവരുടെ സീനിയേഴ്സ് എന്ത് പഠിച്ചു, അവർ പറയും ജോലി കിട്ടി, എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ, അവിടെ പോയി ജോലി കിട്ടി. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്താ താല്പര്യം? കുട്ടീൻ്റെ കേസിൽ പറഞ്ഞാൽ അവർക്ക് ചിലപ്പം അഗ്രികൾച്ചർ ആയിരിക്കും താല്പര്യം. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അയ്യോ അഗ്രികൾച്ചറിൽ എന്ത് സാധ്യത എന്ന് അവർ ചോദിക്കുന്നിടത്ത് മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി ജോലി കിട്ടില്ലയോ എന്നുള്ള പേടി മുതൽ പാരൻസ് അവിടെ നിന്ന് മുതൽ ഫ്രസ്ട്രേഷൻ തുടങ്ങിയവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ചെക്ക് ചെയ്യാണ്ട് അവരുടെ ഇൻട്രസ്റ്റ് ഓഫ് പാരൻസ് വെച്ച് ആദ്യം തുടങ്ങും. അവിടെയാണ് കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം. ആ സമയത്ത് കുട്ടിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടാവില്ല. പാരൻസിൻ്റെ നിർബന്ധപ്രകാരം അവർ ഉദ്ദേശിക്കുന്ന സബ്ജക്ട്സ് എടുത്തു, പഠിച്ചു. ആ കുട്ടിക്ക് മാത്സ് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, ആർട്സിലായിരിക്കും താല്പര്യം. ഡ്രോയിങ്ങിന് വളരെ കഴിവുള്ളൊരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക്, ക്ലേ മോഡലിംഗ്, അതുപോലെ പല പാട്ടുകളിനോട് താല്പര്യം ഉണ്ടാകും. ആർട്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. പാരൻസ് പക്ഷേ ഒരു തരത്തിലും ആ കുട്ടീൻ്റെ കഴിവുകളെ പറ്റി ബോധർ ചെയ്യാണ്ട്, മറ്റേ കുട്ടി അങ്ങനെ ആയിരിക്കില്ല. മറ്റേ കുട്ടി മാത്സിൽ നല്ല മാർക്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സയൻസിൽ മിടുക്കുക ആയിരിക്കാം. പക്ഷേ ഇവിടെയും സയൻസിനൊക്കെ മിടുക്കായിരിക്കാം. പക്ഷേ താല്പര്യം കൊണ്ട് ഒരു തരത്തിലും അവർക്ക് യോജിക്കാത്ത ഒരു സ്ട്രീമിലേക്ക് അവരെ പറഞ്ഞു വിടുകയും ഒരു ഫ്രസ്ട്രേഷൻ അവിടെ ഉണ്ടാക്കും. അത് ആ സമയത്ത് ചിലപ്പം ഒരു ട്രോമയായിട്ട് ഉള്ളിൽ കിടക്കും. പക്ഷേ പഠിത്തത്തിൻ്റെ തിരക്കിലൂടെ കാര്യങ്ങൾ മറക്കും. ഓക്കെ, പതിയെ കാര്യങ്ങളെല്ലാം മറക്കും. പക്ഷേ ഈ ട്രോമ ഏതെങ്കിലും ഒരു സമയത്ത് ഇതേപോലത്തെ സിമിലർ പാറ്റേൺ വന്നാൽ, അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നാൽ, അത് അവർക്ക് താങ്ങാൻ പറ്റാണ്ടാവുകയും ഈ ഒരു അഡിക്ഷൻ കൊണ്ട് ഈ ഫ്രസ്ട്രേഷനെ ഒഴിവാക്കാം. ചിലപ്പോൾ ഒരു പേഴ്സൺ വന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പേഴ്സണിനോട് അഡിക്ഷൻ ആവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, ആ ഗെയിമിനോട് അഡിക്ഷൻ. അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഉടനെ ആ ഫോൺ എടുത്താൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യും എന്താണ്?
നമ്മുടെ മൈൻഡും ബോഡിയും ഓക്കെ നീ വേഗം പോയി ഫോൺ എടുക്കൂ, അല്ലെങ്കിൽ നീ വേഗം പോയി സിഗരറ്റ് വലിക്കൂ, അല്ലെങ്കിൽ നീ ആ പേഴ്സണെ വിളിക്കൂ, ഓക്കെ ആവും എന്നാണ് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ മൈൻഡ് പറയുക. ഉടനെ എന്ത് പറ്റും? വേഗം പോയി അതെടുക്കുവായി നമ്മൾ. പക്ഷേ പതിയെ നമ്മൾ ആ ഒരു അഡിക്ഷനിലേക്ക് തിരിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടി വരികയും ചെയ്യും അതിൽ. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ മിസ്സിങ് ഓഫ് എ പേഴ്സൺ വരുന്നത്. ആ ഒരു മിസ്സിങ് ഓഫ് എ പേഴ്സൺ വന്നാൽ ആ പേഴ്സൺ ഇല്ലെങ്കിൽ എൻ്റെ ഈ ഫ്രസ്ട്രേഷൻ മാറില്ല എന്നൊരു തോന്നൽ വരും. പെടുന്നതിനെ ആ പേഴ്സൺ ഒരു സുഹൃത്തായിരിക്കാം, കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പെടുന്നതിനെ ആ പേഴ്സൺ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആവേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്കൂൾ മാറേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേക്കും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാതാപിതാക്കൾ എന്ത് ചെയ്യും? തിരക്ക് വന്നു കഴിഞ്ഞാൽ, അല്ല അവർ കൂടെ കളിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് നേരം കഥ പറഞ്ഞു തരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടെ നിന്ന് ആ സ്പേസിൽ നിന്ന് മാറാൻ വേണ്ടി വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഒരു മൊബൈൽ എടുത്താൽ കൊടുക്കും, അല്ലേ? എല്ലാ പാരൻസും ചെയ്യുന്നത് ഞാനടക്കം. പക്ഷേ നമുക്ക് അത് മനസ്സിലായിട്ട് ഞാൻ പതിയെ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് പല കേസിലും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് പറ്റും? കുട്ടികൾക്ക് ആ ഒരു ലോൺലിനെസ് വരുമ്പം അവർക്ക് ഈ ഒരു മൊബൈലാണ് അവരുടെ സുഹൃത്ത്. അപ്പോൾ പിന്നെ ആ ലോൺലിനെസ് വരുമ്പം ആ മൊബൈലാണ്. പിന്നെ ആ മൊബൈൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ലോൺലിനെസ് നികത്താൻ വേണ്ടി, ആ സ്പേസ് നികത്താൻ വേണ്ടി അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് അഡിക്ഷൻ വരുന്നത്. പിന്നെ ട്രോമാസ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ട്രോമാസ്. ഇതേപോലെയുള്ള പല വീടുകളിൽ അച്ഛനും അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സ് തമ്മിൽ വഴക്ക്, പിന്നെ കുട്ടീനെ അഡ്രസ്സ് ചെയ്യാനുള്ള ടൈമില്ല. ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ട്രോമ വരും. ഈ ട്രോമയിൽ നിന്ന് കരകയറാനുള്ള ഫസ്റ്റ് പ്രതിവിധി എന്താണെന്നാണ് ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് പറയുക. അതിന് ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്താ? ഈ പോയി എന്തെങ്കിലും നിന്റെ ഈ സ്പേസിൽ നിന്ന് നീ കുറച്ചു നേരം മാറി നിൽക്കും. ആ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ചില ആളുകൾ, മുതിർന്ന ആളുകളിൽ ആ സ്പേസിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു സിഗരറ്റ് വലിക്കുന്നതായിരിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ഡിക്റ്റേറ്റ് എന്താണ്? ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റുന്നത് സിഗരറ്റ് ആണെന്നാണ് ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ആ സമയത്ത്. കാരണം ഇവന് ഏത് പ്രശ്നം വന്നാലും സിഗരറ്റ് എടുത്ത് വലിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും? സിഗരറ്റ് ഇല്ലാണ്ട് നിന്റെ പ്രശ്നം മാറില്ല എന്ന്, അല്ലേ? അതാണ് അവസ്ഥ. ഇപ്പം ചില ആളുകൾ പറയുന്നേക്കാം, നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിൽ അവർക്ക് പേപ്പർ വേണം, എന്തെങ്കിലും വായിച്ചേ പറ്റൂ. അങ്ങനെയുള്ള പല ആളുകളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പണ്ടത്തൊക്കെ ക്ലാസ്മേറ്റ്സിലൊക്കെ അങ്ങനത്തെ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബുക്ക് കിട്ടിയേ പറ്റൂ. ബുക്കില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ലാസ്റ്റ് പറഞ്ഞ പേഴ്സൺ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് ഞാൻ പറഞ്ഞു, ഒരു പേഴ്സണിനോടുള്ള അഡിക്ഷൻ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആകുമ്പോഴോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരാനുള്ള, അഡിക്ഷൻ വരാനുള്ള ചാൻസ്, അതായത് ആ പേഴ്സണിന് പകരമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നൊരു സംഭവമാണ് എന്ത്? നമ്മുടെ ഈ അഡിക്ഷന് കാരണമായിരിക്കുന്ന വസ്തു. അതെന്തോ ആവാം, ഞാൻ നേരത്തെ പറഞ്ഞുതരാം. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബുക്സും അഡിക്ഷൻ ആവാം. ഒരു ബുക്ക് വായിക്കുന്നത് അതൊരു അഡിക്ഷൻ ആവാം. ബുക്ക് വായിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ അതൊന്നും അങ്ങനെ വലിയ ബാധിക്കുന്ന ഒരു അവസ്ഥയല്ല. ഒരു മൈനർ അഡിക്ഷൻസ് എന്നൊക്കെ പറയും. ഇപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ശാരീരിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാണ്ടിരിക്കുമ്പോൾ അവർ പല രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുകയും അത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് അവരെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കോർ റീസൺസ്. അപ്പോൾ ഈ റീസൺസിനാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ഹൗ ടു റിക്കവർ. ഈ അഡിക്ഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം. എഴുതുന്നത് നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതി വെക്കും. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ മാത്രമാണ് മേജർ ഇമ്പോർട്ടൻസ്. ഓക്കെ, എനിക്ക് വരുന്ന ഡൗൺലോഡ്സിനനുസരിച്ച് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ടീഷനിൽ നമ്മൾ ജേർണൽ ചെയ്യുകയാണെങ്കിൽ പോലും, നമ്മൾ ജേർണലിംഗ് എന്ന് കേട്ടിട്ടില്ല, അപ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ പോലും നമ്മളതിൽ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ പറ്റിയോ ഗ്രാമറിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് ചിലപ്പോൾ ഡൗൺലോഡ്സ് വരുന്നത് വളരെ വളരെ ഫാസ്റ്റായിട്ട് ഒരു രീതിയിലാണ് വരിക. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ജേർണൽ ചെയ്യുക, നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ജേർണൽ ചെയ്യുക, ഡയറി എഴുതുന്ന പോലെ ജേർണൽ ചെയ്യുമ്പോൾ ആ ഹൈ സ്പീഡിൽ വരുന്ന സംഭവം നമ്മൾ അങ്ങോട്ട് എഴുതിയിടുക. അതിൽ നമ്മൾ ഗ്രാമറിനെ പറ്റി ചിന്തിക്കേണ്ട. മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും കുറിച്ചിടാനായിക്കോട്ടെ, ചിത്രം വരയിലായിക്കോട്ടെ, ഒരു സ്റ്റാർ പോലെയൊക്കെ ചിലർ വരച്ചിടുന്നതാണ്. വരുന്ന വേഗം കുറിച്ചിടുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ നമ്മൾ എഴുതുന്ന ഗ്രാമറിൽ മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം. നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് അതിനൊരു ടൈം സ്റ്റാമ്പ് എപ്പോഴും ഉണ്ട്. നമുക്കൊരിക്കലും പെട്ടെന്ന് ഒരു സമയം, ഇത്ര പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരാളുടെ അഡിക്ഷൻസിൽ നിന്ന് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില ഡോക്ടേഴ്സ് പറയുന്ന കേൾക്കാം, അഡിക്ഷൻ്റെ കാലയളവിനനുസരിച്ച് എത്ര കാലത്തെ ഉപയോഗം, അത് മാത്രമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില സമയത്ത് ചില ആളുകളുടെ രീതികൾ, അവരുടെ മൈൻഡ് സെറ്റ്, പിന്നെ അവരെത്രമാത്രം ആഗ്രഹിക്കുന്നു, അത് വലിയൊരു ഘടകമാണ്. അതായത് നമുക്ക് ഒരു അഡിക്ഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ
ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ശരിയായ രീതിയിൽ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റിക്കവർ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ ടൈം സ്പാനിനെ പറ്റി. അത് ചിലപ്പോൾ നമുക്ക് എത്രയാ 1 മന്തിനെ കൊണ്ട് ചിലപ്പോൾ റിക്കവർ ചെയ്യിക്കാൻ പറ്റും, ചിലപ്പോൾ 6 മന്ത്സ് എടുക്കാം, അല്ലെങ്കിൽ 1 ഇയർ ആവാം. ഓക്കെ, ഈ കാലയളവ് വളരെയധികം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ വേരി ചെയ്യുന്ന കാലയളവിനനുസരിച്ച് നമുക്ക് പതിയെയാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുക. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്ന സാധനം വരും. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മൊബൈൽ അഡിക്ഷൻ ഉണ്ട്, ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പെട്ടെന്ന് നമ്മൾ പിടിച്ച് മാറ്റുക, വിഡ്രോവൽ സിംറ്റം കാണിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ സിഗരറ്റ് ആയിക്കോട്ടെ, ആൽക്കഹോളിക് അഡിക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സണിനോടുള്ള അഡിക്ഷൻ. അതിന് വേണ്ടി ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നണം. അങ്ങനെ തോന്നുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി അഡിക്ഷനിൽ നിന്ന് കരകയറാനുള്ള പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് അവർ ചെയ്യും. അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഒരു സിഗരറ്റ് അഡിക്ഷൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമുക്ക് ഒരു വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി എന്നുള്ള കണക്കിൽ ആദ്യം എടുക്കാം. ഡെയിലി 2 തവണയാണ് ആ വ്യക്തി സിഗരറ്റ് വലിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി 2 തവണ എന്നുള്ളത് കുറച്ച് 1 തവണയാക്കാൻ ശ്രമിക്കുക. നടക്കില്ല എന്ന് തോന്നും ആദ്യം, പക്ഷേ നല്ല രീതിക്ക് തന്നെ നമ്മൾ ശ്രമം കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ഇന്ന് നാളെ മുതൽ നമ്മൾ സിഗരറ്റ് വലിക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അത് എത്ര മനക്കെട്ടുള്ള ആളാണെങ്കിൽ പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റം വരും. എന്താണ്, നമ്മൾ ഒരാഴ്ച പിടിച്ചേക്കും, 1 വീക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, 1 വീക്കിൽ കയറി പിടിച്ചു നിന്ന് പിന്നെ അതിൻ്റെ ഇരട്ടി ചിലപ്പോൾ വലിക്കേണ്ട ഒരു അവസ്ഥ വരും. എന്നുവെച്ചാൽ ലോങ് ടേമിലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അത് നിർത്താനുള്ള ഒരു കേസാണ് പറഞ്ഞത്. ചിലപ്പോൾ തൽക്കാലത്തേക്കൊക്കെ നമുക്ക് മാറ്റി നിൽക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ അതിലേക്കുള്ള ടെൻഡൻസി കൂടി വരും. കാരണം ബ്രെയിനിന് ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും ബ്രെയിൻ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ 1 ദിവസത്തേക്ക് ആക്കാൻ നോക്കുക. ചിലപ്പോൾ അത് പറ്റില്ല എന്ന് വരും, വിട്ടേക്കും. അത് നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് പോയോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ബോധരക്ഷം വേണ്ട. നെക്സ്റ്റ് ഡേ ശ്രമിച്ച് നോക്കുക. നെക്സ്റ്റ് ഡേ ഈ പറഞ്ഞ 2 എന്നുള്ള 1 ആക്കാൻ നോക്കുക. ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. ചിലപ്പോൾ ഒന്ന് പകുതി വലിച്ചിട്ട് കളയുക, അല്ലേ, ഹാഫ് ആക്കി നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അതിൻ്റെ ഡെയിലി എന്നുള്ളത് മാറ്റി 2 ഡേയ്സിൽ ഒരിക്കൽ, ഡെയിലി മാറി 2 ഡേയ്സിൽ ഒരിക്കലാക്കാം, അല്ലേ. അപ്പോൾ പതിയെ നമ്മൾ പറയില്ലേ, ഒരു ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും മുന്നിൽ നമ്മൾ ഒരു സാധനം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി എടുക്കുമ്പോഴേക്കും പറ്റത്തില്ല. അതേപോലെ നമ്മുടെ ബ്രെയിന് പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പതിയെ ഇതിനോടുള്ള ക്രേവിങ് നമുക്ക് എടുത്ത് മാറ്റാനാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ പതിയെ 2 ഡേയ്സിൽ ഒരിക്കലാക്കുക, പിന്നെ അത് വീക്കിലി ഒരിക്കലാക്കാം. അതൊക്കെ കാലതാമസം എടുക്കും കേട്ടോ. നമ്മളിപ്പം ഒരു വ്യക്തിയോട് ഇപ്പം നമ്മുടെ പാർട്ട്ണർ പറയുമായിരിക്കും, അല്ലെങ്കിൽ പാരൻസ് പറയും, നീ നാളെ മുതൽ സിഗരറ്റ് വലിക്കരുത്, നിർത്തിക്കോ, അല്ലെങ്കിൽ നാളെ മുതൽ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ല. അവർക്ക് പറ്റില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ടും വലിയൊരു കാര്യമാണ്. നമുക്കിപ്പം റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ആ ഒരു പ്രചോദനമാവുക. അവർ മെൻ്റൽ സപ്പോർട്ട് ചെയ്യുക. അവർ ചെയ്യുമ്പോൾ ചിലപ്പം ചില കേസിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക. നീ ചെയ്തല്ലോ, നിനക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള അപ്രിസിയേഷൻ കൊടുക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി അവർക്കത് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്മൾ ഹാർഷായിട്ട് നീ എന്താ ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ എന്താ നീ എന്നെ വലിച്ചതെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, അവർക്കത് പ്രഷർ വരും. ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്യും. കാരണം അവർ ഒരു സൈഡിൽ ഇത് റെഡ്യൂസ് ചെയ്ത് നല്ലൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അതേ ആളിനെ നമ്മൾ സൈഡിൽ നിന്നും കൂടെ മെൻ്റൽ പ്രഷറും കൂടെ കൊടുത്താൽ ഇതിൻ്റെ ഇരട്ടിയാവുന്നു മാത്രം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ മന്ത്ലി എന്നൊന്നും വരില്ല. പിന്നെ പതിയെ ബ്രെയിന് തോന്നും ഇത് വേണ്ട, നമുക്ക് തന്നെ തോന്നും എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഒരു കാര്യമില്ല. എന്തും ആയിക്കോട്ടെ, മൊബൈലായിക്കോട്ടെ. അങ്ങനെ കുഞ്ഞുങ്ങളിൽ നമുക്ക് പതിയെ മൊബൈലിനാക്കുക. വേറെ അവരിലെ ഇപ്പം മൊബൈലിൻ്റെ കേസാണെങ്കിൽ അവരെ പതിയെ അവരെ വേറെ ആക്ടിവിറ്റീസിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുക. ആ ടൈമിൽ അവർ സ്ഥിരമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കഥ പറഞ്ഞു കൊടുക്കുക. ആദ്യമൊക്കെ ടിവിയിലുള്ള കുറച്ച് കാർട്ടൂൺസ് ഒക്കെ കാണിച്ചു കൊടുക്കുക. പുതിയ ടോയ്സ് മേടിച്ചിട്ട് അതിനെ കൊണ്ട് കളിപ്പിക്കുക. എന്നിട്ട് പതിയെ മാറ്റുക, മൊബൈലിൽ കുറച്ച് കൊണ്ടുവരിക. മൊബൈൽ യൂസേജിൻ്റെ ടൈമിങ് കുറച്ച് കൊണ്ടുവരിക. പിന്നെ അവർക്ക് മൊബൈൽ വേണ്ടിയില്ല, നിങ്ങൾ കൊണ്ടുപോയി കയ്യിൽ കൊടുത്ത് നോക്കിക്കോ, അവർക്ക് മൊബൈൽ വേണ്ട എന്ന് പറയും. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഡൗൺലോഡ്സ് ആയിട്ട് വന്നതാണ് ഒരു അഡിക്ഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിലൂടെ നമുക്ക് ഇതുപോലെ പല അഡിക്ഷനിൽ നിന്നും പല ആളുകളെയും മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുപോലെ വരുവാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻസിൽ നിങ്ങളുടെ ഡൗട്ട്സ് വേറെ എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കൊരു യൂണിവേഴ്സൽ ഡൗൺലോഡ് വരെ വരികയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ഇടുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.